അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി ചേച്ചിയും ചേട്ടനെ സർപ്രൈസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നാളെ ഫെബ്രുവരി 4-ാം തീയതി. അതെ, ഫെബ്രുവരി 4, 2026. ഇപ്പം കറക്റ്റ് പറയുകയാണെങ്കിൽ 1 മാസം കഴിഞ്ഞു. ഈ ദിവസം കഴിഞ്ഞിട്ട് എന്തൊക്കെയാണ് സംഭവിച്ചത് എനിക്ക് തന്നെ ധാരണ. ഈ വീഡിയോ എന്നാണ് നിങ്ങൾ കാണുന്നത് എനിക്കറിയാം. വാ, എന്താ എക്സ്പ്രഷൻ, സംഭവം ഇറക്ക് ഫുള്ള് ഇന്ന് കണ്ടു. നാളെ അവരുടെ വെഡിങ് ആനിവേഴ്സറി. ഇതുവരെ എനിക്ക് അവരുടെ കൂടെ ഒരു ബർത്ത്ഡേയോ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഒക്കേഷൻസോ ഒന്നും എനിക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം ദേ ആർ അബ്രോഡ്, അവർ UK-ലാണ്. അപ്പം എല്ലാം കൂടെ ഒത്തുകിട്ടിയിരിക്കുന്ന ഒരു സമയം ഇതാണ്. അപ്പോൾ അവർ വെക്കേഷനായിട്ട് കുഞ്ഞിനെ കൊണ്ട് നാട്ടിലുണ്ട്. അപ്പം രാത്രി 12 മണിക്ക് പോയിട്ട് അവരെ സർപ്രൈസ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ പ്ലാൻ. ഇതാണ് പ്ലാൻ, ഇനിയാണ് കാര്യം. സംഭവം ഞാൻ എൻ്റെ കാഞ്ചിസിലെ ചേട്ടൻ്റെ ഇടയിൽ ഒരു കേക്കൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ രാത്രി അവിടെ പോയി എടുത്തിട്ട് നമുക്ക് രാത്രി അവിടുന്ന് നേരെ ചേട്ടൻ്റെ വീട്ടിലോട്ടൊക്കെ പോവാം. ഞാൻ ഒന്നും അറിയാത്തതുപോലെ വളരെ കാഷ്വലായിട്ട് ഞാൻ അഞ്ജുനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇന്ന് നിങ്ങൾ എത്ര മണിക്കാണ് ഉറങ്ങുന്നത്, അവിടെ സാധാരണ അച്ഛനും അമ്മയും എത്ര മണിക്കാണ് കിടക്കുന്നത്, എപ്പോഴാണ് ഡിന്നർ, എപ്പോഴാണ്, എന്നിട്ട് ഇതുപോലെ അവൾക്കൊന്നും മനസ്സിലാവാത്ത രീതി അവൾ തിരിച്ചെല്ലാം പറഞ്ഞിട്ടുണ്ട്. നീ മനസ്സിലായിട്ട് ഈ പൊട്ടന് വെറുതെ വിഷമമാവണ്ടെന്ന് വിചാരിച്ചിട്ട് അവൾ ചില ഫാൻ തിയറീസ് ഉണ്ടാവൂലേ, ഡയറക്ടർ പോലും എഴുതുന്ന സമയത്ത് ചിന്തിക്കാത്ത കുറേ തിയറീസ്. ആ തിയറിയാണിത്. കറക്റ്റായിട്ടെല്ലാം പറഞ്ഞു തന്നെ അതൊന്നും അറിഞ്ഞുകൂടാ. എന്തായാലും സംഭവം ഇതൊക്കെയാണ്. കേക്ക് എടുത്തിട്ട് നേരെ അവിടെ ചെല്ലുക, അവരെ വിളിച്ചുണർത്തി താഴോട്ട് കൊണ്ടുവരിക, അങ്ങനെ സർപ്രൈസ് കൊടുക്കുക. ഞാൻ പിന്നെ ഒരു ഫ്ലവർ ഓറ എന്ന് പറയുന്ന ഒരു ഇതിൽ നിന്ന് ഒരു ഓൺലൈൻ സൈറ്റിൽ നിന്ന് ഞാൻ ഒരു ചെറിയ ഗിഫ്റ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കൊള്ളാം കേട്ടോ, നല്ല ഗിഫ്റ്റ്. ബൈ ദ വേ, ഇതാണ് എൻ്റെ ടെറസിൽ നിന്നുള്ള വ്യൂ. നല്ല അടിപൊളിയാണ് കേട്ടോ. കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കിനും നമുക്കിവിടെ ഈ സ്പോട്ടിൽ ഇരിക്കുവാണെങ്കിൽ സൺസെറ്റ് കാണാൻ പറ്റും. താഴെ ഒരു ഡ്രൈവിംഗ് സ്കൂളിൻ്റെ ഗ്രൗണ്ട് ഉണ്ട്. ഏതോ ഒരു കുട്ടി അവിടെ 8 എടുത്ത് പഠിക്കുന്നുണ്ട്. ആ കുട്ടി ഈ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബിലോ. പിന്നെ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേനും ഇവിടെ ബേഡ്സ് വരും. അടിപൊളിയാണ് ആ സൺസെറ്റും പിന്നെ ബേഡ്സ് എല്ലാം കൂടെ ഒരു വ്യൂ ഇവിടെ സൂപ്പറാണ്. വൈകുന്നേരത്തെ എൻ്റെ സമാധാനത്തിൻ്റെ സെൻറ്റർ ഇവിടെയാണ്. അപ്പോൾ അടുത്ത പരിപാടി കാഞ്ചീസ് കേക്സിൽ പോയി താക്കോൽ എടുക്കണം. അരുൺ ചേട്ടൻ താക്കോൽ അവിടുത്തെ ചേച്ചിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഫ്രിഡ്ജിൽ സ്ഥലമില്ല, വാങ്ങി ഇവിടെ വെക്കുകയാണെങ്കിലും അതിൻ്റെ കൂളിംഗ് ഒന്നും പ്രോപ്പർ അല്ലെങ്കിൽ കേക്ക് അത്ര നേരം ഇരുന്ന് ചീത്തയായി പോകാൻ സാധ്യതയുണ്ട്. പക്ഷെ മിനിമം വരുന്നതിൻ്റെ ഭാഗമായിട്ട് കിച്ചു ഇപ്പോൾ പുറത്താണ്. ചക്കരി തക്കട മുട്ട് തക്കട പെണ്ണ് ചിക്കട മുട്ട് ചക്കട മുട്ട് കിച്ചു മോണി. അപ്പോൾ ഇതാണ് കാഞ്ചീസ് കേക്സ്, നമ്മുടെ അരുൺ ചേട്ടൻ്റെയും കാഞ്ചി ചിക്കയുടെയും സംരംഭം. ഇതാണ് കാഞ്ചീസ് കേക്സിൻ്റെ കൂടുതൽ ഔട്ട്ലെറ്റ്. കാഞ്ചീസ് കേക്സിന് മൊത്തത്തിൽ 3 ഔട്ട്ലെറ്റ് ഉണ്ട്. കോന്നിയിലുണ്ട്, പത്തനംതിട്ടയിലുണ്ട്, പിന്നെ കൂടുതലുണ്ട്. അപ്പം നമുക്ക് പോയി കേക്ക് എടുത്തിട്ട് കേക്ക് എങ്ങോട്ട് നോക്കാം. അവിടുത്തെ ചോക്കോനട്ട്സ് എന്ന് പറയുന്ന കേക്കാണിത് കേട്ടോ, അടിപൊളിയാണ്. സമയം ഇപ്പോൾ 11:15 നമുക്ക് ഇവിടുന്ന് ഇറങ്ങിയിട്ട് നേരെ ഇനി കേക്ക് എടുത്ത് ചേച്ചിയുടെ അങ്ങോട്ട് പോവാം. അമ്മേ, ഫോൺ വെച്ചിട്ട് പോയി കിടന്നുറങ്ങി, ഞാൻ അങ്ങോട്ട് ഇറങ്ങുമോ? അപ്പോൾ അടുത്ത ടാസ്ക് കട തുറന്ന് കേക്ക് എടുക്കുക എന്നുള്ളതാണ്. കയറിയാൽ മതിയല്ലേ, അകത്തോട്ടായിരുന്നു. നമ്മുടെ കേക്ക് അവിടെ റെഡിയാണ് സുഹൃത്തുക്കളെ. എല്ലാം പാക്ക് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. എടുത്തുകൊണ്ട് അങ്ങ് പോയാൽ മതി. അപ്പോൾ ചേട്ടൻ ചേച്ചി, അരുൺ ചേട്ടൻ കാഞ്ചി ചേച്ചി, താങ്ക്സ് ഫോർ ദിസ് അറേഞ്ച്മെന്റ്. ആൻഡ് കട സേഫായിട്ട് അടച്ചിട്ടുണ്ട്. ഇനി നേരെ കൊല്ലാൻ വയ്യാനും ഇറങ്ങിയപ്പോൾ ഏതോ ഒരു വൃത്തികെട്ട കിളി പണി എന്നതാ. നീ എന്നെ പോലീസ് പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ടാറ്റ തരുമല്ലടാ എന്നാണ് ഞാൻ ആ കിളിയോട് അന്നേരം ചോദിച്ചത്. ഇത് വൈപ്പർ വാഷർ വെച്ച് അടിക്കാനും പറ്റത്തില്ല, വെള്ളവും ഇല്ല. സാരമില്ല, ഇരിക്കട്ടെ അങ്ങനെ. സമയം ഇപ്പോൾ 12:15 സുഹൃത്തുക്കളെ. നമ്മൾ ഓൾമോസ്റ്റ് അവിടെ എത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു സർപ്രൈസ് എലമെൻ്റ് അമ്മ കോളിൽ കളഞ്ഞതുകൊണ്ട് അവർ 12 മണിക്ക് എന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞതുകൊണ്ട് ആ ഒരു പ്രതീക്ഷ കഴിഞ്ഞിട്ട് 5 കിടക്കാനാണ് സാധ്യത. ഗേറ്റിലെ വെട്ടോക്കെ ഓഫ് ആക്കിയിട്ടുണ്ട്, എല്ലാവരും കിടന്നിട്ടുണ്ട്. ഇനിയാണ് ടാസ്ക്. ആ കാണുന്ന ക്യാമറ കണ്ണുകളിൽ എന്നെ കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്നറിയത്തില്ല, ഒന്ന് വിളിച്ച് നോക്കട്ടെ. ഫസ്റ്റ് അറ്റംപ്റ്റ് തേഞ്ഞു, അവളെ വിളിച്ചിട്ട് എടുക്കുന്നില്ല. ചേട്ടനെ ഒന്ന് വിളിച്ച് നോക്കാം. ഇവരെ സർപ്രൈസ് ആക്കാൻ വന്ന ഞാൻ സർപ്രൈസ് ആയല്ലോ. നേരത്തെ പറഞ്ഞില്ലേ സംഭവം ഇറുക്കുന്നു, ഇവിടം തൊട്ടാണ് തുടക്കം. അങ്ങനെ ഉറക്കത്തിൻ്റെ അഗാധതയിൽ മുഴിയിരുന്ന ചേട്ടനെ വിളിച്ചെണ്ണീപ്പിച്ചിരിക്കുകയാണ്.
ഇപ്പം ഞാൻ തിരിച്ചു പോകേണ്ട വന്നേന്. ഇവരെ സർപ്രൈസ് ആക്കാൻ വന്നിട്ട് ഞാൻ സർപ്രൈസ്ഡായി. ചേട്ടൻ ഭയങ്കരമായിട്ടും ഡീപ്പായിട്ട് ഉറങ്ങുന്ന ഒരാളാണ്. അതായത് ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പുള്ളിയെ വിളിച്ചാലും ആരെ വന്ന് കുത്തിയാലും എണ്ണീക്കൂല. ആ ഉറക്കത്തിൻ്റെ പിച്ച് പാവിരുന്ന ഗിഫ്റ്റ് പൊളിച്ച് നോക്കുന്നുണ്ടല്ലേ, മുഖത്തെ ഒരു സന്തോഷം കണ്ടില്ലേ. ആൻഡ് ഇൻ ദാറ്റ് മൊമെൻറ്റ് ഐ വാസ് റിയലി ഹാപ്പി ദാറ്റ് എനിക്ക് ഇങ്ങനൊരു മൊമെൻറ്റ് അവരുടെ കൂടെ ആഘോഷിക്കാൻ പറ്റി, അവർക്ക് ഇങ്ങനൊരു സർപ്രൈസ് കൊടുക്കാൻ പറ്റി എന്നുള്ളത് ഭയങ്കര ഒരു ഹാപ്പിനെസ് ആയിരുന്നു എനിക്ക്. സ്വിച്ചിട്ട് അതിനകത്ത് ലൈറ്റ് കത്തിയപ്പം ചേച്ചിയുടെ മുഖത്ത് വന്ന് സന്തോഷം കണ്ടില്ലേ, അവളുടെ മുഖത്തൊരു ഗ്ലോ ഉണ്ടായി. ആൻഡ് ഐ ആം ഹാപ്പി. വീണ്ടും ഞാൻ ഹാപ്പിയാണ്. അതിനകത്ത് മിഴിക്കുട്ടനുണ്ട്. ആൻഡ് ആ ഒരു ഗിഫ്റ്റ് സ്പെഷ്യലാക്കിയത് അതാണ്. ഇനിയും കേക്ക് കട്ടിങ്. അഞ്ചു അമ്മയായതിനു ശേഷം അവളുടെ സ്ലീപ്പ് സൈക്കിൾ ഒന്നും അങ്ങോട്ട് ശരിയായിട്ടില്ല. കണ്ടില്ലേ ഇരുന്ന് കോട്ടോ വിടുന്നത്. ആൻഡ് ചിയേഴ്സ് ടു ഓൾ മമ്മാസ് ഔട്ട് ദെയർ who sacrifice their sleep for their babies. And dear Cheta and Chechi, cheers to 2 years of happiness, love and togetherness. Love you guys tons. മിഴിക്കുട്ട നോക്കുന്നുണ്ടല്ലോ, എന്താ ഇവിടെ സംഭവിക്കുന്നത്, എനിക്കൊന്നും തരാം നിങ്ങളൊരു തന്നെയാണോ. അങ്ങനെ ഇരുന്ന് കാര്യമൊക്കെ പറഞ്ഞ് കേക്ക് കട്ട് ചെയ്തപ്പോഴത്തേക്കും സമയം ഒരുപാട് അങ്ങ് പോയി. അച്ഛനും അമ്മയും ബുദ്ധിമുട്ടിക്കണ്ട വിളിക്കണ്ടെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ പുറത്തെ സൗണ്ട് കേട്ടിട്ടാണെന്ന് തോന്നുന്നു അച്ഛനും അമ്മയൊക്കെ എണ്ണീച്ച് വന്ന ആ ഒരു സന്തോഷത്തെ അവരും പങ്കുചേർന്നു. ആൻഡ് ഒരു ഓവറോൾ ഒരു ഹാപ്പി ആൻഡ് പോസിറ്റീവ് വൈബായിരുന്നു അവിടെ. ഇറ്റ്സ് ഡേ ഫോർ സിൻസ് ലാൻഡിങ്. മിഴിക്കൂട്ടൻ എന്നോട് വലിയ താല്പര്യമൊന്നുമില്ല, എന്നാലും മാമനല്ലേ വന്നൊന്ന് കൈ ഇരിക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നു. പക്ഷെ ഒന്ന് ഇറുകണ്ടിട്ട് നോക്കി, ഇനിയായിട്ടൊരു കമ്പനിയും വേണ്ട എന്നുള്ള സെറ്റപ്പിൽ തിരിച്ചങ്ങ് പോയി. അമ്മയെ കൊണ്ടുപോട്ടെ, ടാറ്റ കൊടുക്ക. ടാറ്റ ടാറ്റ. ബൈ. ഇല്ല അമ്മ, പോവാ. സ്വണ്ണമ്മേ ടാറ്റ 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 ടാറ്റ. ദാറ്റ്സ് ഹൗ വി മേക്ക് എ മെമ്മറി. നേരത്തെ ഒരു കിളിയുടെ കാര്യം പറഞ്ഞില്ലേ, ആ ഒരു കിളി ഭയങ്കര ഒരു നിമിത്തമാണ്. ആ കിളി എനിക്ക് ശരിക്കും ടാറ്റ തന്നതല്ല, പോവല്ലേ എന്ന് പറഞ്ഞതാണ്. ഈ പോക്ക് കരവാളൂർ വെച്ചിരുന്നൊരു കല്ലിൽ ഇടിച്ച് കയറാൻ പോകുന്ന പോക്കാണ്. എന്നും പോകുന്ന സ്പീഡിനേക്കാളും വളരെ സ്പീഡ് കുറച്ച് പോയതുകൊണ്ടും ദൈവാധീനം കൊണ്ടും മാത്രം പ്രത്യേകിച്ച് ഒന്നും പറ്റിയില്ല. പിന്നീട് അങ്ങോട്ട് എന്താ സംഭവിച്ചെന്ന് ഒരു പിടുത്തമില്ല. ഇനിയും മിഴിയുടെ ചോറൂണാണ്, ഗുരുവായൂർ വെച്ചുള്ള ചോറൂണ്. അപ്പോൾ സ്റ്റേ ട്യൂൺ. ആൻഡ് ദിസ് ഈസ് മീ അനന്തൻ സൈനിങ് ഓഫ് ഫ്രം ചാനൽ 66 ആൻഡ് സീ യു ഗൈസ് അണ്ടിൽ നെക്സ്റ്റ് ടൈം. ബൈ.